ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ബ്രദറിൻ്റെ ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ പാലൊന്നും ചേർക്കാതെ എങ്ങനെയാണ് ഷേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് അത്തിപ്പഴം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കാം. പിന്നെ കുറച്ച് ഈത്തപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അതും അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ അത്തിപ്പഴം ഇട്ട് വെച്ചിട്ടുള്ള ആ വെള്ളത്തിൽ തന്നെ ഇട്ടിട്ട് ഒന്ന് കുതിർത്തെടുക്കാം. അപ്പോൾ ഈ ഒരു ഷേക്കിൻ്റെ പ്രിപ്പറേഷൻ മുഴുവൻ അവൻ തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ഷേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പഴമാണ് എടുത്തിട്ടുള്ളത്. റോബസ്റ്റ പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ആപ്പിളും തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഷേക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സും ഡ്രൈ ഫ്രൂട്ട്സും എല്ലാം ഒന്നിച്ചിട്ടിട്ട് തന്നെ നമുക്ക് ജ്യൂസാക്കി എടുക്കാം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് കുതിർക്കാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഷേക്കിൻ്റെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരമൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. പിന്നെ ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല തണുത്ത കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പാലൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് മുങ്ങി വരുന്ന രീതിയിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല തിക്കായിട്ട് വരും ഇത് അടിച്ചെടുക്കുമ്പോൾ. പിന്നെ ഐസ് ക്യൂബ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിട്ടാലും മതി കേട്ടോ. അപ്പോൾ ഈ ഒരു ഷേക്ക് എന്ന് പറയുന്നത് വളരെയധികം ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്കാണ് കേട്ടോ. അപ്പോൾ ഇനി ചൂടുകാലമൊക്കെ ആയി വരികയല്ലേ, അപ്പോൾ ഇങ്ങനെയുള്ള ഓരോന്നൊക്കെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും അവർ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഈ ഒരു ഷേക്കിൽ നമ്മൾ പാല് ഒട്ടും ചേർക്കുന്നില്ല. പാല് ചേർക്കാത്തൊരു ഷേക്ക് തന്നെയാണിത്. പിന്നെ പാലൊക്കെ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്ന ഒരു ഷേക്കാണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷേക്ക് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഷേക്ക്. ഇനി നമുക്ക് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ നല്ല മടിയുള്ള കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഷേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും ഈ ഒരു സംഭവം. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. പിന്നെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കുന്നുണ്ട്. കുറച്ച് ബദാമും അതുപോലെ തന്നെ വാൾനട്ടും പിസ്താക്കും ഉപയോഗിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തികച്ചും ഓപ്ഷണലാണ് കേട്ടോ. അത് അവിടെ വീട്ടിലുണ്ടായപ്പോൾ ചെയ്തു എന്ന് മാത്രം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഇങ്ങനെ ഇത് കഴിക്കുന്ന സമയത്ത് കടിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഈ ഒരു റെസിപ്പി നിങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.